കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മി. ഇതിനു മുൻപ് ഈ പേര് പ്രേക്ഷകർക്ക് സുപരിചിതമായത് മനോജ് കെ ജയനും ഉർവശിയും വേർപിരിയാൻ നിന്ന കോടതി മുറിയിൽ വെച്ചായിരുന്നു. അന്ന് ഒരു കണ്ണാടി വെച്ച് അല്പമൊന്ന് തടിച്ചിരുന്ന പെൺകുട്ടി, അച്ഛന്റെ കൈ പിടിച്ച് വന്ന പെൺകുട്ടി, അമ്മയെ വേണ്ടാതെ പോയി എന്നൊക്കെ പലരും അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്ന് മനോജ് കെ ജയനോടൊപ്പം പോയ കുഞ്ഞാറ്റ ഇന്ന് അമ്മയുടെ നട്ടലാണ്. അമ്മ നാഷണൽ അവാർഡ് വാങ്ങാനായി വേദിയിലേക്ക് കയറിയപ്പോൾ കൈയടിക്കാനും അമ്മയുടെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാനും അവിടെയുള്ളവരുമായി സംസാരിക്കാനും എല്ലാം ഓടി നടന്ന പെൺകുട്ടി ഇന്നിതാ അച്ഛൻ്റെ വിദേശ ജീവിതമൊക്കെ മാറ്റി നിർത്തി അമ്മയോടൊപ്പം ചെന്നൈയിൽ വന്നു നിൽക്കുന്ന അമ്മയുടെ കുഞ്ഞാറ്റ. ഇങ്ങനെ വേണം കുഞ്ഞാറ്റയെക്കുറിച്ച് പറയാൻ. കുഞ്ഞാറ്റയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ആവേശമാണ്. ആ ആവേശം താരപുത്രി ആയതുകൊണ്ട് മാത്രമല്ല, അമ്മയുടെ നട്ടലായി നിൽക്കുന്ന കുഞ്ഞാറ്റെ തന്നെയാണ്. ഉർവശിക്ക് ഇന്ന് വരെയും കുഞ്ഞാറ്റയെക്കുറിച്ചുള്ള ഒരു സ്നേഹം പോലും കുറഞ്ഞിട്ടില്ല. അഭിമുഖങ്ങൾക്കിടയിലൊക്കെ മോളെ കാണുമ്പോഴേക്കും സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉർവശിയെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഉടനെ തന്നെ സിനിമാ പ്രവേശനം എത്തുകയാണ് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി. നവാഗതനായ ബിനു പീറ്റർ രചനയും സംവിധാനം നിർവഹിക്കുന്ന സുന്ദരിയാണവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലാണ് തേജാലക്ഷ്മി ഇനി ആദ്യമായി നായികയാകാൻ പോകുന്നത്.